പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 20 ബുധൻ. പ്രധാന വാർത്തകൾ. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒമാനിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ അവധി ദിനങ്ങൾ ആരംഭിച്ചു. ഒഴിവു ദിനങ്ങൾ ആസ്വദിക്കാൻ സ്വദേശികളും വിദേശികളും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി. 4 ദിവസം തുടർച്ചയായ അവധി ലഭിക്കുന്നതിനാൽ രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾ ഒഴുകും. അയൽ രാജ്യങ്ങളിലേക്ക് ഒഴിവുദിനം ആഘോഷിക്കാൻ യാത്ര ചെയ്യുന്നവരും നിരവധി. നവംബർ 20, 21 തീയതികളിലാണ് പൊതു അവധി പ്രഖ്യാപിച്ചത്. 22, 23 തീയതികളിൽ വാരാന്ത്യ അവധി കൂടി ലഭിക്കുന്നതോടെ തുടർച്ചയായി 4 ദിവസം ഒഴിവ് ലഭിക്കും. നവംബർ 24 ഞായറാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. തുടർച്ചയായി 4 ദിവസം അവധി ലഭിച്ചതോടെ സഞ്ചാരത്തിനും വിശ്രമത്തിനുമായി അവധി നീക്കിവച്ചിരിക്കുകയാണ് സ്വദേശികളും വിദേശികളും. രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ സന്ദർശകരെ സ്വീകരിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തിവരികയാണ്. പൊതു അവധി ദിനങ്ങൾ ഒമാനും UAEക്കും ഇടയിൽ കൂടുതൽ സഞ്ചാരികൾ ഒഴുകും. ഈ ദിവസങ്ങളിൽ അതിർത്തികളിലും വിമാനത്താവളങ്ങളിലും തിരക്കേറും. ഇരു രാഷ്ട്രങ്ങളിലെയും നല്ല കാലാവസ്ഥ യാത്രക്കാർ വർദ്ധിക്കാൻ കാരണമാകും. നീണ്ട അവധി ദിനങ്ങൾ UAEയിലേക്ക് യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികൾക്ക് താൽപ്പര്യമുണ്ടാകും. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി സുൽഫി സ്ട്രീറ്റ് ഭാഗികമായി അടച്ചു. ഈ മാസം 24 ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. സുൽഫി സ്ട്രീറ്റിൽ നിന്നും റൗണ്ട് എബൌട്ട് വരെയുള്ള ഭാഗത്താണ് റോഡ് അടച്ചിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കത്ത് നഗരസഭ അഭ്യർത്ഥിച്ചു. ദേശീയ ദിന അവധി ദിനങ്ങളിൽ നിരവധി കുടുംബങ്ങളും വ്യക്തികളുമാണ് യാത്രയ്ക്കൊരുങ്ങിയത്. ആഭ്യന്തര വിദേശ യാത്രകളിൽ അപകടങ്ങളും നിയമലംഘനങ്ങളും ഒഴിവാക്കുന്നതിന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. സാഹസിക യാത്രികരും റോഡ് മാർഗം യാത്ര ചെയ്യുന്നവരും മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ ഊന്നിപ്പറഞ്ഞു. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ ആവശ്യങ്ങളും ഉപകരണങ്ങളും തയ്യാറാകണം. വാഹനത്തിന് സാങ്കേതിക തകരാർ പ്രത്യക്ഷപ്പെടുക, ഡ്രൈവർ അല്ലെങ്കിൽ യാത്രക്കാരിൽ ഒരാൾ ക്ഷീണിതരാവുക തുടങ്ങിയ അപ്രതീക്ഷിതവുമായ കാര്യങ്ങൾ റോഡിൽ ഉണ്ടാകുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. വാഹനം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക, കുട്ടികളെ പിൻസീറ്റിൽ ഇരുത്തുക, സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുക തുടങ്ങിയവ മറ്റു കാര്യങ്ങളാണ്. വാഹനമോടിക്കുന്നതിന് ഉചിതമായ സമയം തിരഞ്ഞെടുക്കാനും അത് രാത്രി വൈകുന്നതിന് മുമ്പായിരിക്കണമെന്നും വാഹനത്തിന്റെ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. റോഡിൽ ശ്രദ്ധാലുവായിരിക്കാനും ശ്രദ്ധ തിരിക്കുന്ന മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടരുത്. നിർദ്ദിഷ്ട ലോഡ് പാലിക്കണം. ഓരോ റോഡിലെയും വേഗപരിധി ശ്രദ്ധിക്കണം. യാത്ര തുടരുന്നതിന് മുമ്പ് മതിയായ വിശ്രമം, ക്ഷീണം തോന്നുമ്പോൾ ഇടയ്ക്കിടെയുള്ള വിശ്രമ കേന്ദ്രങ്ങളിൽ തങ്ങുക തുടങ്ങിയവയും വേണം. വാഹനങ്ങളിൽ ആവശ്യത്തിലധികം സാധനങ്ങൾ കയറ്റരുത്. അമിതഭാരം മൂലം ട്രാഫിക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം ഏറെയാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വാഹനങ്ങൾ പരിശോധിക്കുക. അവ മെക്കാനിക്കലായി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ടയർ, എൻജിൻ ഓയിൽ പരിശോധന, വാഹനത്തിന് തകരാറുകൾ ഉണ്ടാകാതിരിക്കാൻ എയർ ഫിൽട്ടറുകളും മറ്റ് ഭാഗങ്ങളും മാറ്റുക തുടങ്ങിയവയും ശ്രദ്ധിക്കണം. രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്രികർ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, വാഹനയാത്രാ സർട്ടിഫിക്കറ്റുകൾ, വാഹനത്തിന്റെ സാങ്കേതിക സാധുത തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. മുലത്ത ഇന്ത്യൻ സ്കൂൾ വാർഷിക അത്ലറ്റിക് മീറ്റും ഡ്രിൽ ഡിസ്പ്ലേയും സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറി. ഒമാൻ ഷൂട്ടിംഗ് ഫെഡറേഷൻ അംഗം ഒളിമ്പ്യൻ വാദ അൽ ബലൂഷി മുഖ്യാതിഥിയും ഡയറക്ടർ ഇൻചാർജ് PTK ഷമീർ വിശിഷ്ടാതിഥിയും ആയിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മാത്യു വർഗീസ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മസ്കത്ത് ഗവർണറേറ്റിൽ മലമുകളിൽ നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മസ്കത്ത് വിലായത്തിലാണ് അപകടമുണ്ടായത്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി റെസ്ക്യൂ ടീം സംഭവസ്ഥലത്തെത്തി പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും വിദഗ്ധ പരിചരണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും നാളെയും മഴയും ഇടിമിന്നലും ഉണ്ടായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്.
അൽ-വുസ്ത, ധോഫാർ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളിലും തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിന്റെ തീരങ്ങളിലുമാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത്. വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള ചാറ്റൽ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ലോകകപ്പ് യോഗ്യതാ മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാന് തോൽവി. സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ 1 ഗോളിനാണ് ഇറാഖിനോട് വീണ്ടും അടിയറവ് പറഞ്ഞത്. 36-ാം മിനിറ്റിൽ യൂസഫ് അമീൻ ആണ് വിജയഗോൾ നേടിയത്. ഇതോടെ വിലപ്പെട്ട 3 പോയിന്റുമായി ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താനും ഇറാഖിനായി. വിജയം അനിവാര്യമായ മത്സരത്തിൽ കൊണ്ടും കൊടുത്തുമായിരുന്നു ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മുന്നേറിയത്. ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ കാണികളിൽ നിന്നുള്ള ആവേശം ഏറ്റുവാങ്ങി പന്തടക്കത്തിലും മുന്നേറ്റത്തിലും ഒമാനായിരുന്നു ആദ്യ മിനിറ്റുകളിൽ മുന്നിട്ടു നിന്നിരുന്നത്. ഇറാഖി പ്രതിരോധത്തെ ഭേദിച്ച് മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യം നേടാനായില്ല. പതിയെ കളിയിലേക്ക് തിരിച്ചുവന്ന ഇറാഖ് ഒമാൻ ഗോൾമുഖം വിറപ്പിച്ചു. തുടർച്ചയായുള്ള ഇരു ടീമുകളുടെയും മുന്നേറ്റം പലപ്പോഴും പരുക്കൻ അടവുകളിലായിരുന്നു കലാശിച്ചിരുന്നത്. ഇറാഖായിരുന്നു ഇതിൽ മുന്നിട്ടു നിന്നിരുന്നത്. ഒടുവിൽ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ യൂസഫ് അമീനിലൂടെ ഇറാഖ് മുന്നിലെത്തുകയായിരുന്നു. 2ാം പകുതിയിൽ വിജയം തിരിച്ചുപിടിക്കാനായിരുന്നു റെഡ് വാരിയേഴ്സ് ഇറങ്ങിയിരുന്നത്. ഇടത് വലത് വിങ്ങുകളിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും പ്രതിരോധ കോട്ടകെട്ടി ഇറാഖ് ആക്രമണത്തിന്റെ മുനയൊടിച്ചു. ഗ്രൂപ്പ് ബിയിൽ 11 കളിയിൽ നിന്ന് 14 പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏതാണ്ട് ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കളിയിൽ നിന്നും 11 പോയിന്റുമായി ഇറാഖാണ് 2ാം സ്ഥാനത്ത്. 5 കളിയിൽ നിന്ന് 8 പോയിന്റുമായി ജോർദാനാണ് തൊട്ടടുത്ത്. 6 കളിയിൽ നിന്ന് ഇത്രയും പോയിന്റുമായി ഒമാൻ 4ഉം 3 പോയിന്റുമായി പലസ്തീൻ 5ാം സ്ഥാനത്തുമാണ് ഉള്ളത്. 5 കളിയിൽ നിന്ന് 3 പോയിന്റുമായി കുവൈത്താണ് പട്ടികയിൽ പിന്നിൽ. ഖസബ് ഇന്ത്യൻ സ്കൂളിൽ ക്രിയേറ്റീവ് കാൻവാസ് ഒരു കലാനുഭവം എന്ന പേരിൽ ദ്വിദിന കലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തോടുള്ള സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു സജിയുടെ ദീർഘവീക്ഷണമാണ് ക്യാമ്പിന് പിന്നിൽ. പ്രൈമറി, മിഡിൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളിലെ കലാപരവും സർഗാത്മകവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു. വിസം അൽ ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദിയസീൻ ബിൻ ഹൈതം അൽ സയീദ്, ഒമാന്റെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന്റെ ഓണിറ്റി പ്രസിഡന്റ് സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സയീദ് എന്നിവർക്കാണ് സുൽത്താൻ സമ്മാനിച്ചത്. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രിമാർ, ഉന്നതർ, പ്രഗത്ഭർ തുടങ്ങിയവർക്ക് രാജകീയ മെഡലുകളും നൽകി. ദേശീയ കടമ നിർവഹിക്കുന്നതിനുള്ള അവരുടെ പങ്കിനെ അഭിനന്ദിച്ചാണ് അൽബറക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.